വലിയ മിടുക്കായി പോയി. വാചാലമായ പ്രകൃതിയെപ്പറ്റി കഥ എഴുതിയ കവി കാമുകിക്ക് മിണ്ടാൻ വയ്യാന്നറിഞ്ഞപ്പോ ഒന്നും മിണ്ടാതിങ്ങി പോന്നു. അസലായി. അതല്ല ശേഖരേട്ടാ, പെട്ടെന്നൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. ശേഖരേട്ടൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. ആട്ടെ, ഞാൻ പറഞ്ഞാൽ താൻ അവളെ വേണ്ടെന്ന് വെക്കൂ? അതെന്തായാലും ഇല്ല. ഞാൻ ആകെ ആശയക്കുഴപ്പത്തില എന്റെ ശേഖരേട്ടാ. അച്ഛനും അമ്മയ്ക്ക് തീരെ പിടിക്കില്ല. ഭഗവതി ഉറക്കമുണർത്താൻ ഒരു ഊമ പെൺകുട്ടിക്ക് ആവുമോ എന്നൊക്കെയായിരിക്കും അവരുടെ ന്യായം. ഇനി രണ്ടു വഴികളേ ഉള്ളൂ. ഒന്നുകിൽ താൻ കഴിഞ്ഞതൊക്കെ മറക്കാം. അത് വയ്യ ശേഖരേട്ടാ. എന്നാൽ ആണത്തമായിട്ട് അവളെ വിളിച്ചിറക്കി ഒന്നിച്ച് താമസിക്കാം. പക്ഷെ അച്ഛനും അമ്മയും അവരുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? ശേഖരേട്ടൻ എന്റെ ഒപ്പം വന്ന് അവരെങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യണം പ്ലീസ്. അപ്പോഴോ തങ്കമണി, ഇന്ന് മഴ പെയ്യും. അയ്യോ, കുറച്ച് നെല്ല് ഉണക്കാനുണ്ടായിരുന്നു. മഴ പെയ്താ അന്ന് ദുരിതാവുമല്ലോ. അപ്പോ മന്ത്രി രാജാവിനെ പിടിക്കാനുള്ള പരിപാടി. നിക്കട്ടെ നിക്കട്ടെ. നിൽക്കാനല്ല, ഇരിക്കാൻ തന്നെ വന്നതാ. ഇരുന്ന് പറയേണ്ട കാര്യ. അല്ല, സാറിന് എപ്പോഴാണ് അടുത്ത പുറപ്പാട്? അങ്ങനല്ല, ഇനി ശബരി ഇവിടെ സ്ഥിരതാമസമാക്കാൻ പോവാ. അപ്പൊ സാധാരണ മഴയല്ല, പെരുമഴ തന്നെ പെയ്യും. ചേച്ചി, മാഷേ, മുഖവരയില്ലാതെ വിഷയത്തിലേക്ക് കിടക്കാം. ശേഖർജിയുടെ കൂടെ കൂടി ഇവൻ വഷളായി എന്നാണല്ലോ നിങ്ങളുടെയൊക്കെ ധാരണ. എന്നാൽ വിദ്യാഭ്യാസവും സൗന്ദര്യവും തറവാടിത്തവും ഉള്ള ഒരു പെൺകുട്ടിയെ ഇവൻ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ നടത്തി കൊടുത്താൽ എന്താ? ശേഖർജിക്കും അവനും ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഞങ്ങളോട് എന്തിനാ പ്രത്യേകിച്ച് ആലോചിക്കണേ? പക്ഷേ കുട്ടി ആരാണെന്ന് അറിയണ്ടേ? ഒക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് നീ കുട്ടി ഏതായാലും എന്താ? അങ്ങനല്ല, അറിയണം. ഇന്റർമീഡിയറ്റിന് പഠിക്കുമ്പോ ഒരു പനി വന്നു. അങ്ങനെയാ തുടക്കം. പെട്ടെന്ന് ശബ്ദം നഷ്ടപ്പെട്ടു. തറവാട്ട് ക്ഷേത്രത്തിലെ ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് ആറ്റുനോട്ടുണ്ടായതാ ഇവൻ. അതും കല്യാണം കഴിഞ്ഞ് 12 വർഷത്തിന് ശേഷം. യവനാണ് ഈ തറവാടിലെ അവസാനത്തെ കണ്ണി. ഈ താവഴിയിൽ പെൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് യവൻ കൊണ്ടുവരുന്ന പെൺകുട്ടി വേണം ഭഗവതിയെ ഉണർത്താൻ. അങ്ങനെയാ പ്രശ്നത്തിൽ തെളിഞ്ഞത്. ആ നിലയ്ക്ക് യവനൊരു ഊമ പെൺകുട്ടിയെ കല്യാണം കഴിച്ചോണ്ടോന്നാൽ എന്താടാ നീ ഒന്നും ആലോചിക്കാതെ? എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ. നിന്റെ തോന്നിയ ഞങ്ങൾ തയ്യാറല്ലെങ്കിലോ? ഇത്രയും കാലം കൂടെ കൊണ്ട് നടന്നത് ഇതിനായിരുന്നു അല്ലേ? ഇത് പറയാൻ വേണ്ടി ശേഖർജി ഇവിടെ വരാനേ പാടില്ലായിരുന്നു. ഭഗവതിക്ക് അനിഷ്ടമായ ഒരു കാര്യം ഇല്ല, അതൊരിക്കലും ഇവിടെ ഉണ്ടാവില്ല. തീർച്ചയാ. ചേരട്ടാ, ചേരട്ടാ, എന്തു പറ്റി ചേരട്ടാ? ചേരട്ടാ, അപ്പോ അവാർഡ് വാങ്ങാൻ നീ ഡൽഹിക്ക് പോകുന്നില്ല അല്ലേ? ഇല്ല. മോളെ, വരും മോളെ. അച്ഛൻ കാത്തിരിക്കുന്നു. ഊണ് കഴിക്കാം.
മോളെവിടെ? 4-5 തവണ വിളിച്ചു. അവൾക്ക് വിശപ്പില്ലെന്ന്. ഇരിക്കൂ. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. പെൺകുട്ടികളുടെ മനസ്സ് ഒരിടത്ത് വീണാ പിന്നെ അത് അവിടെ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാ. ആ ശബരിയെ പിന്നെ കണ്ടതേ ഇല്ലല്ലോ. നമുക്കൊന്ന് പോയി അന്വേഷിച്ചൂടെ? സ്വന്തം പ്രശ്നങ്ങൾ എല്ലാവർക്കും ദുരിതം തന്നെയാണ്. എന്നാൽ എല്ലാവരുടെ ദുഃഖങ്ങളും ഒരിടത്ത് കൂട്ടിയിട്ട് ഇഷ്ടമുള്ളതും തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നമ്മളെടുക്കുക നമ്മുടെ സ്വന്തം ദുഃഖങ്ങൾ തന്നെയായിരിക്കും. സർ, മുഴുവൻ തീർന്നോ? തീർന്നു സർ. ഇന്ന് കുറച്ച് നേരത്തെ പോണായിരുന്നു. എങ്ങോട്ടാ? ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിനാ. ഓഹോ, കല്യാണം കൂട്ടുകാരിക്ക് മാത്രം മതിയോ? കനകത്തിന്റെ കാര്യം? അച്ഛൻ സർവീസിലായിരുന്നപ്പോ പല ആലോചനകളും വന്നാണ്. 1-2 എണ്ണം അച്ഛൻ തന്നെ സ്റ്റാറ്റസ് പോരെന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചു. അച്ഛൻ ആർമിയിലായിരുന്നു അല്ലേ? അതെ. അച്ഛൻ ഹാർട്ട് അറ്റാക്കായി മരിച്ചപ്പോ എനിക്ക് ആരും ഇല്ലാതായി. മരിച്ചവർക്ക് പിന്നെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലല്ലോ. കനകം പൊയ്ക്കുള്ളൂ. അച്ഛൻ ഹാർട്ട് അറ്റാക്കായി മരിച്ചപ്പോ എനിക്ക് ആരും ഇല്ലാതായി. മരിച്ചവർക്ക് പിന്നെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലല്ലോ. കുട്ടിശങ്കര, ഓർക്കുന്നില്ലല്ലേ പഴയ രാജശേഖരൻ? രാജനോ? അന്ന് നീ എനിക്ക് സമ്മാനിച്ച ആ മുറിവിന്റെ കല ഇപ്പോഴും മാഞ്ഞിട്ടില്ല. തൊട്ടുനോക്ക്. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോ എന്റെ മകനും നിന്റെ മനസ്സിന് മുറിവേൽപ്പിച്ചോ എന്നാണ് എന്റെ ഭയം. ശബരി എവിടെ? അവന്റെ പോക്കിനും വരവിനൊന്നും ഒരു വ്യവസ്ഥയില്ല. അവന് വേണ്ടപ്പെട്ട ഒരാൾ നഴ്സിംഗ് ഹോമിൽ കിടക്കുക, സുഖമില്ലാതെ. അവനാ കൂടെ നിൽക്കുന്നേ. അല്ലെങ്കിലും ജീവകാരുണ്യം അവനൽപ്പം കൂടുതലാ. ആ, അതൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ സ്വന്തം കാര്യവും വല്ലപ്പോഴൊക്കെ നോക്കണ്ടേ? വിവരങ്ങളൊക്കെ ശബരി പറഞ്ഞു കാണുമല്ലോ. ഉവ്വ് പറഞ്ഞു. രാജശേഖരൻ മറ്റൊന്നും വിചാരിക്കരുത്. ശബരിയുടെ ഒരാഗ്രഹത്തിന് ഞാൻ ഇന്നുവരെ എതിര് നിന്നിട്ടില്ല. പക്ഷേ ഇത് ഭരദേവതയുടെ കാര്യമാണ്. ഭഗവതിയെ വിളിച്ചുണർത്തേണ്ടത് ശബരി കൊണ്ടുവരുന്ന പെൺകുട്ടിയാണ്. ആ നിലയ്ക്ക് അതിന് കഴിവില്ലാത്ത ഒരു പെൺകുട്ടിയെ നമ്മുടെ സ്നേഹബന്ധം ഇങ്ങനെ തന്നെ തുടരട്ടെ. അതിൽ കൂടുതലൊന്നും തൽക്കാലം നമ്മൾ ആഗ്രഹിക്കണ്ട. സാരമില്ല, എനിക്ക് മനസ്സിലായി. വളരെ കാലത്തിന് ശേഷം കുട്ടിശങ്കനെ ഒന്ന് കാണാനെങ്കിലും സാധിച്ചില്ല. അത് തന്നെ വലിയ ഭാഗ്യം. ഞാൻ വരട്ടെ. മറ്റൊന്നും തോന്നരുത്. ഭഗവതിയുടെ കാര്യമായതുകൊണ്ടാ. ശുദ്ധ ജാതകമാ മോളുടെ. ചേരാണ്ടിരിക്കില്ല. ജാതക്കുറുമ്പ് തരിക. ഇപ്പൊ തന്നെ അവിടെ ചെന്ന് ഇതൊന്ന് ഒത്തുനോക്കി രാത്രിക്ക് മുമ്പ് രണ്ടാമതെന്ന് അറിയിക്കാം. കുറിപ്പ് പറയുന്നത് കേൾക്കുമ്പോ തെറ്റില്ലെന്ന് എനിക്കും തോന്നുന്നു. കല്യാണക്കാര്യത്തിൽ എങ്ങനെ നടക്കു വീഴുകയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇതിപ്പോ ഭാഗ്യത്തിന് എല്ലാം കൂടെ ഒത്തുവന്നിരിക്കുക. പിന്നെ നമ്മുടെ കുട്ടിക്ക് വലിയൊരു വീക്ക്നെസ്സും ഉണ്ടല്ലോ. അവരുടെ ഭാഗത്ത് സമ്മതാണ്. അതേതായാലും കുറിപ്പ് സാധിച്ചെടുത്തു. ഇനി കുട്ടിയുടെ സ്വഭാവം മാത്രമേ അവർക്ക് നോട്ടുള്ളൂ. ഈശ്വരൻ സഹായിച്ച് എന്നാ ഇറങ്ങട്ടെ. ആ, കുറിപ്പ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ആലോചന എല്ലാം കൊണ്ടും നല്ലതാ.
എന്തോ എന്റെ മനസ്സ് പറയുന്നു ഇത് നടക്കുമെന്ന്. ശേഖര ചേച്ചി സംസാരിക്കരുത്, വിശ്രമിക്കൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ശബരി വന്നാ പറയൂ എന്നെ ഒന്ന് വിളിക്കണമെന്ന്. ഞാൻ വരട്ടെ. ശരി. മോളെ ദേവി, മരുന്നെവിടെ മോളെ? എന്താ മോളെ, അച്ഛന് മരുന്ന് തരാനും മറന്നുപോയോ? സാർ, കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. മോളൊരു തമാശ കേട്ടോ. നമ്മുടെ മണികണ്ഠപിള്ള റപ്പായിയെ പറ്റി പറഞ്ഞതാ. റപ്പായി പണ്ട് ഒരു വലിയ നായാട്ട് വിദഗ്ധനായിരുന്നത്രേ. അതൊക്കെ ഇവിടെയുള്ളവർ എന്നെ പറ്റി വെറുതെ പറയണതാ. ശരിക്കുള്ള കാര്യം എന്താന്ന് വെച്ചാ, ഇവിടെ മുമ്പുണ്ടായിരുന്ന മാനേജർക്ക് ഒരു തോക്കുണ്ടായിരുന്നു. ഞാൻ ആ തോക്കെടുത്ത് പ്രാവിനെ വെടിവെക്കാൻ പോയി. ഏതാണ്ട് ഇത് ഇത്ര ദൂരത്ത് പ്രാവിരിക്കുന്നു. എനിക്കാണെങ്കിൽ അറിയാലോ, കണ്ണിന് സ്വല്പം കുഴപ്പമുണ്ട്. ഞാൻ പതുക്കെ ഉന്നം പിടിച്ച് താനിങ്ങനെ ഉന്നം പിടിച്ച് സമയം കളയാതെ വെടിവെക്കുക. അല്ല, എനിക്കിങ്ങനെ ഉന്നം പിടിച്ചാലേ വെടിവെക്കാൻ പറ്റൂ. ആ ശരി. ഉന്നം പിടിച്ച് ഞാൻ ഏതാണ്ട് പ്രാവിന്റെ അടുത്ത് വരെ എത്തി. തോക്കിന്റെ കുഴല് അതിന്റെ മൂട്ടി തട്ടി. എന്നിട്ടും വെടിവെച്ചില്ലേ? ഇല്ല, അപ്പോഴേക്കും പ്രാവ് പറന്നുപോയി. പിന്നെ എങ്ങനെ വെടിവെക്കുക? ആ ബാഹുലേനെ ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല സദാശിവ. കമ്മീഷൻ നടപടികളാണെങ്കിൽ മുറക്കി നടക്കുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യവും വെട്ടുകുഴിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മനസ്സമാധാനം എന്നൊന്നും എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ വിഷമിക്കാതിരി. ബാഹുലേൻ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. അത് ഞാൻ ഏറ്റു. ഏറ്റു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ബാഹുലേൻ സാറിനെ ഒന്ന് കാണണമല്ലോ. ഇവിടെ ഇല്ല. എവിടെ പോയി? അറിയില്ല. എപ്പോ വരും? അറിയില്ല. ചത്തോ അതോ ഉണ്ടോ? അറിയില്ല. തനിക്ക് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ? അറിയില്ല. ഛേടാ, എന്തൊരു സാധനോടെ. ആ AC ഓൺ ചെയ്യ്. പോണം സാർ. ആണോ? ഹലോ, എന്തായി? എന്തായി? ബാഹുലേൻ പോയിട്ട് അവന് തന്ത വരത്തില്ല.
ദിവാകരൻ ബാഹുലേൻ, ദിവാകരൻ ബാഹുലേൻ, ദിവാകരൻ ബാഹുലേൻ, ദിവാകരൻ ബാഹുലേൻ. ബാഹുലേയൻ ഹാജരില്ലാത്തതിനാൽ ഇന്നത്തെ സിറ്റിംഗ് നിർത്തിവച്ചിരിക്കുന്നു. ഞാൻ ബാഹുലേൻ, ഡി ബാഹുലേൻ. ഒബ്ജക്ഷൻ യുവർ ഓണർ. കക്ഷി തെളിവ് നൽകേണ്ട സമയത്ത് ഇവിടെ ഹാജരായിരുന്നില്ല. ഇന്ന് സിറ്റിംഗ് നിർത്തിവെച്ചതായി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മിസ്റ്റർ ബാഹുലേനെ മൊഴി നൽകാൻ അനുവദിച്ചുകൂടാത്തതാണ്. യുവർ ഓണർ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ബാഹുലേനെ മൊഴി നൽകാൻ അനുവദിക്കേണ്ടതാണ്. വളരെ വിവാദപരമായ ഒരു കേസിന്റെ തെളിവെടുപ്പാണ്. സത്യാന്വേഷണം സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടുകൂടാ. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ദൈവം സാക്ഷി. ദൈവം സാക്ഷി. വയറക്കാട് ഡാമിന്റെ സബ് കോൺട്രാക്ടർ ആയിരുന്ന എന്നെ ഈ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ചില തൽപര കക്ഷികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നതായി ഞാൻ കമ്മീഷൻ മുമ്പാകെ അറിയിക്കുന്നു. വാറുണ്ണിയുടെ സബ് കോൺട്രാക്ടർ ആയിരിക്കെ പവർ ഓഫ് അറ്റോർണി അനുസരിച്ച് ബില്ല് തുക ബാങ്കിലൂടെയായിരുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എഗ്രിമെന്റ് തുക 70 കോടി രൂപയാണെങ്കിലും 40 കോടി രൂപ കൊണ്ട് ഡാമിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ചു എന്നതിന് വ്യക്തമായ കണക്കുകൾ എന്റെ കൈവശമുണ്ട്. ബാക്കി വന്ന 30 കോടി രൂപ മന്ത്രി സദാശിവൻ തന്നെ കൈപ്പറ്റിയതായി രേഖയുണ്ട്. വാറുണ്ണിയുമായുള്ള കത്തിടപാടുകളുടെ കോപ്പിയും ബാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ മറ്റെല്ലാ രേഖകളും ഈ ഫയലിലുണ്ട്. മിസ്റ്റർ ബാഹുലേ, നിങ്ങൾക്ക് ഹാജരാക്കാനുള്ള രേഖകൾ കമ്മീഷന് കൈമാറാം. ആ തലതെറിച്ചോമെന്ന് മൊഴി കൊടുത്തു. അറിഞ്ഞു. ഏരശനി തീർന്നില്ലെന്ന് തോന്നുന്നു. ആ ജഡ്ജി ആണെങ്കിൽ ഹരിചന്ദ്രനേക്കാ കഷ്ടമാ. സാരമില്ല, എവിടെ ഒരു ലൂപ്പ് ഹോള് കാണുമല്ലോ. അയാൾക്കൊരു മോളുണ്ട്, ഊമയാ. സംസാരിക്കുമായിരുന്നു, ഇപ്പൊ അതില്ല. പക്ഷെ ചെവി കേൾക്കാം. കൊട്ടുകുഴി കാര്യമെന്തെന്ന് പറ. അതല്ലേ പറഞ്ഞു വരുന്നത്. നമ്മുടെ ദിനേശൻ ആ പെണ്ണിനെ കെട്ടുന്നു. അതിന് അവൻ സമ്മതിക്കൂ? അഥവാ അവൻ സമ്മതിച്ചാൽ തന്നെ ജഡ്ജി സമ്മതിക്കൂ? അതൊക്കെ വേണ്ട പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഈ കൊച്ചു കേരളം മാത്രമല്ല, സകല സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുന്ന കേന്ദ്രം വരെ ഭരിക്കാനുള്ള ബുദ്ധി ഈ തലയ്ക്കകത്തുണ്ട്. And so to conclude the report, Commission has come to the point that the charges leveled against Mr. Ongalur Sadashivan അകത്തേക്ക് വരാമായിരിക്കുമല്ലോ അല്ലേ? വെളിച്ചത്തിരുന്ന് പറയേണ്ട ഒരു കാര്യമാണ്. നാളത്തെ ദിവസമാണെങ്കിൽ നല്ല കാര്യങ്ങൾ പറയാനൊട്ട് പറ്റിയതുമല്ല. കണ്ടോ, ശുഭലക്ഷണമാ. ഇത്ര ചേർച്ചയുള്ള ഒരു ജാതകം കണ്ടിട്ടില്ലെന്നാ ജോത്സ്യനും പറയുന്നത്. ആരുടെ ജാതകം? സാറ് ഈ വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ? ആഹാ, അപ്പൊ മാലതിയമ്മയൊന്നും പറഞ്ഞില്ലേ? നല്ല കുടുംബമാ. പയ്യനെ പറ്റി നാട്ടിലെല്ലാവർക്കും നല്ല മതിപ്പുവാ. പയ്യനും വീട്ടുകാർക്കും കുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. മിസ്റ്റർ വെട്ടുകുഴി, ഞാനിപ്പോ കമ്മീഷൻ റിപ്പോർട്ട് എഴുതി തീർക്കുന്ന തിരക്കില്ല. നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം. അല്ല, കല്യാണം ഉടനെ നടത്തണമെന്നില്ല. റിപ്പോർട്ട് സമർപ്പിച്ച് സാറിന്റെ റിട്ടയർമെന്റും കഴിഞ്ഞ് പതുക്കെ മതി. പൊതിയനും സംശയിക്കരുതല്ലോ. പയ്യൻ ഏതാന്ന് പറഞ്ഞില്ലല്ലോ. അറിയും. ഡോക്ടർ ദിനേശൻ അന്ന് ഡാൻസ് പ്രോഗ്രാം നടന്നപ്പോ പരിചയപ്പെടുത്തിയില്ലേ? നമ്മുടെ മന്ത്രി സദാശിവന്റെ മകനാ. ഒരിക്കൽ നിങ്ങൾ ഇവിടെ കയറി വന്നപ്പോ ഞാൻ മാന്യമായി പെരുമാറി തെറ്റായി. You please clear out. Sir, you please get out from here.